ധനഹ 5 മുതൽ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 5 അധ്യായം 1 മുതൽ 18 വരെയുള്ള തിരുവചനങ്ങളുടെ വിശകലനം. ബേത്സയിദ കുളക്കടവിലെ രോഗശാന്തി. മത്തായി 9:1, മാർക്കോസ് 2:1, ലൂക്ക 5:17 ഭാഗങ്ങളിൽ മറ്റൊരു തളർവാദ രോഗിയെ കട്ടിലോടുകൂടെ മേൽക്കൂരയിൽ നിന്ന് ഇറക്കുന്ന ഒരു സംഭവം വിവരിക്കുന്നുണ്ട്. സമാന്തര സുവിശേഷങ്ങളിൽ നിന്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രോഗസൗഖ്യം നൽകുമ്പോൾ, ഇവിടെ രോഗസൗഖ്യം നൽകിയതിനു ശേഷമാണ് കൂടുതൽ മോശമായതൊന്നും സംഭവിക്കാതിരിക്കാൻ മേലിൽ പാപം ചെയ്യരുത് എന്ന് ഉപദേശിക്കുന്നത്. ഒന്നാമത്തെ സംഭവത്തിൽ മറ്റുള്ളവർ രോഗിയെ കൊണ്ടുവരുമ്പോൾ ഇവിടെ യേശു തന്നെ രോഗിയെ തേടി ചെല്ലുകയാണ്. 38 വർഷത്തെ രോഗപീഡയ്ക്കിടയിൽ മനുഷ്യരാരും സഹായിക്കാൻ മുന്നോട്ട് വരാത്തതിനാൽ അവസാനം ഇനി ദൈവം മാത്രമേ തുണയുള്ളൂ എന്ന് അവൻ ഹൃദയത്തിൽ വിളിച്ചു കാണണം. വിളിച്ചാൽ വിളി കേൾക്കുന്നത്ര സമീപസ്ഥനായ ദൈവമാണ് താനെന്ന് യേശു പ്രഖ്യാപിക്കുകയാണിവിടെ. താൻ നൽകുന്നത് പരിപൂർണ രോഗസൗഖ്യമാണെന്ന് തെളിയിക്കുന്നതാണ് കട്ടിലെടുത്ത് നടക്കാൻ ഈ 2 സംഭവങ്ങളിലും പറയുന്നത്. എന്നാൽ സൗഖ്യം ശാരീരികം മാത്രമായിരിക്കരുത് എന്ന് നിർബന്ധമുള്ളതുപോലെയാണ് ഹൃദയത്തെ സൗഖ്യമാക്കുന്ന പാപമോചനവും നൽകപ്പെടുന്നത്. ലോകത്തിലെ പാപങ്ങൾ നീക്കുന്ന കുഞ്ഞാട് എന്ന സ്നാപകന്റെ സാക്ഷ്യം ഇവിടെ നിവൃത്തിയാകുന്നു. രോഗസൗഖ്യം ഒരു സാബത്ത് നാളിലായതിനാൽ പതിവ് പോലെ ഈ രോഗസൗഖ്യത്തെ ഫരിസേയർ ചോദ്യം ചെയ്യുന്നു. യേശു അതിന് പറയുന്ന മറുപടി, എന്റെ പിതാവ് എപ്പോഴും പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു എന്നാണ്. ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണെന്ന് ഞാൻ പറയുന്നത് വിശ്വസിക്കുവിൻ. എന്നിൽ വിശ്വസിക്കുന്നവനും ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യും. എന്റെ പിതാവിന്റെ അടുത്തേക്ക് പോകുന്നതുകൊണ്ട് ഇവയേക്കാൾ വലിയവയും ചെയ്യും. യോഹന്നാൻ 4:11-13 വരെ. അതോടെ സാബത്ത് ലംഘിക്കുന്നു എന്ന് മാത്രമല്ല, ദൈവത്തോട് സമാനമാക്കുകയും ചെയ്തതിനാൽ അവനെ വധിക്കാൻ അവർ ഗൂഢാലോചന നടത്തുന്നു. ഇവരെപ്പോലെ ആട്ടിൻ തോലണിഞ്ഞ ചെന്നായ്ക്കളുടെ വേഷം കെട്ടിയാടുന്നവരുടെ പക്ഷം ചേരുന്നവർ ഇന്നും നമുക്കിടയിലുണ്ട്.